സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശമെത്തിയതിൽ വിവാദം. ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി ദുരുപയോഗിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 10% ക്ഷാമബത്ത അനുവദിച്ച് ഉത്തരവിറങ്ങിയതിന് പിന്നാലെയാണ് ജീവനക്കാരുടെ നമ്പറുകളിലേക്ക് സന്ദേശമെത്തിയത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി അത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. അങ്ങനെ ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. സർക്കാരിന് ശമ്പളം പറ്റുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും വ്യക്തിപരമായ വാട്സാപ്പിൽ മുഖ്യമന്ത്രിയുടെ മെസ്സേജ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. ജീവനക്കാർ നൽകുന്ന ഫോൺ നമ്പറുകൾ ഉദ്യോഗസ്ഥരുടെ സമ്മതം കൂടാതെ ബൾക്ക് മെസ്സേജ് ക്യാമ്പയിന് വേണ്ടി PR വർക്കിനും വേണ്ടി ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കടുത്ത സ്വകാര്യതയുടെ ലംഘനമാണ്. അത് മുഖ്യമന്ത്രിക്കും IT രേഖ ചോർത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അലക്സ് മുഹമ്മദ് ചേർന്നിട്ട്. അലക്സ്, ഡേറ്റ ചോർച്ച അതെല്ലാ കാലത്തും വലിയ വിവാദമാകാറുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ പേര് കൂടി സൂചിപ്പിച്ചാണ് ഈ സന്ദേശമെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ അലക്സ്? ഉന്മേഷ, DA കുടിശ്ശിക നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് ഉത്തരവിറക്കിയതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അവരുടെ വാട്സാപ്പുകളിലേക്ക് സന്ദേശമെത്തുന്നത്. ഓരോരുത്തരുടെയും പേരുകൾ വ്യക്തമാക്കി അല്ലെങ്കിൽ പേരുകൾ വിളിച്ച് അഭിസംബോധന ചെയ്ത് ആണ് ഇത്തരം സന്ദേശങ്ങൾ എത്തുന്നത്. അതായത് DA കുടിശ്ശിക നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സ്പാർക്കിലെ അടക്കമുള്ള വിവരങ്ങൾ, അതായത് ആ ഡേറ്റകൾ, ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷ നേതാക്കളും ആരോപിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് അങ്ങനെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. അങ്ങനെ ദുരുപയോഗം ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഡാറ്റ പ്രൈവസി നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് അദ്ദേഹം പറയുന്നു. ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോരുന്നത് നിയമലംഘനമായി കണക്കാക്കാൻ പറ്റൂ. ജീവനക്കാരുടെ വിവരങ്ങൾ PR വർക്കിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയാണ്. ഇതിൽ സർക്കാരിന് പക്കലുള്ള വ്യക്തിഗത വിവരങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് സർക്കാരിന് കടന്നുകയറാനുള്ള അവകാശമില്ല. പക്ഷേ ഇവിടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുകയും അത് ലംഘിക്കുകയുമാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. ഇതിൽ അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ വിമർശനം കൂടി നടത്തുന്നുണ്ട്. അതായത് ദീർഘകാലം DA തടഞ്ഞു വെച്ചവരാണ് ഈ അവസാന സമയത്ത് DA അനുവദിച്ചതിന് ശേഷം വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഓരോ വ്യക്തിക്കും ഈ സന്ദേശം അയക്കുന്നത് എത്ര വലിയ പാപ്പരത്തമാണെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം അദ്ദേഹം ചീഫ് സെക്രട്ടറി കൂടി വിമർശിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ഇത്രയും തരം താഴാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ കാരണം ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ നൽകിയ വിശദീകരണം അത്തരത്തിൽ ഡാറ്റ പ്രൈവസിയുടെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നും ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നും അത്തരം കാര്യങ്ങൾക്കല്ല സർക്കാർ ഇത് ഉപയോഗിക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരുന്നു. അതിനാലാണ് ചീഫ് സെക്രട്ടറി കൂടി അദ്ദേഹം വിമർശനത്തിന് വിധേയമാക്കുന്നത്. എന്താണെങ്കിലും ഈ വിഷയം സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ സർക്കാർ ചോർത്തുന്നു, അത് തെരഞ്ഞെടുപ്പ് കാര്യത്തിന് ദുരുപയോഗം ചെയ്യുന്നു, PR വർക്കിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അത് തെരഞ്ഞെടുപ്പിൽ സജീവമായി ഉയർത്താൻ പ്രതിപക്ഷം മുന്നിട്ടിറങ്ങുന്നു. ഒപ്പം നിയമപരമായി ആലോചിക്കുന്ന കാര്യം, അതായത് കോടതിയെ സമീപിക്കുന്ന കാര്യമടക്കം ആലോചിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. ഉന്മേഷ്, ശരി. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.